الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا وسيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما ثم أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أيها الإخوة المؤمنون أوصيكم بتقوى الله أعوذ بالله من الشيطان الرجيم إن الذين قالوا ربنا الله ثم استقاموا تتنزل عليهم الملائكة ألا تخافوا ولا تحزنوا وأبشروا بالجنة التي كنتم توعدون ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ മുഅ്മിനാത്തുകളെ മുത്തഖീങ്ങളായി ജീവിക്കണേ എന്ന് വസിയ്യത്ത് ചെയ്യുകയാണ്. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രത്യേക സമയം ഉണ്ട് എന്നതാണ്. ദുനിയാവ് കഴിഞ്ഞിട്ടില്ല, ആഖിറത്തിലേക്ക് എത്തിയിട്ടുമില്ല. അങ്ങനത്തെ ഒരു സമയം മറവ് ചെയ്യാൻ പറ്റൂല, കാരണം മരിച്ചിട്ടില്ല. തിരിച്ച് ദുനിയാവിലെ വല്ല കാര്യങ്ങളും ചെയ്യാൻ പറ്റുമോ? അതിന് പറ്റൂല, കാരണം മരിച്ചിട്ടില്ല. അപ്പൊ മരിച്ചിട്ടില്ല, മറവ് ചെയ്യാൻ പറ്റൂല, ദുനിയാവിലേക്ക് മടക്കമില്ലാത്തൊരവസ്ഥ. ഇതിന് പണ്ട് കാലത്ത് കാരണന്മാരുടെ ഭാഷയിൽ പറഞ്ഞാൽ മൗത്തിന്റെ ദണ്ണം എന്നാണ് പറയാ. ദണ്ണം എന്നാണ് ദണ്ണം, മൗത്തിന്റെ ദണ്ണം എന്നാണ് പറയാ. എന്ന് പറഞ്ഞാൽ മനുഷ്യന് സ്ട്രോക്കോ മറ്റു ക്ഷീണമോ ഒക്കെ വന്നിട്ട് ഒരു മനുഷ്യന്റെ ബോധം ഒക്കെ പോയ അവസ്ഥ, കോമ അവസ്ഥ എന്ന് നമ്മൾ പറയും. ഇപ്പൊ നമ്മുടെ ICUല് അല്ലെങ്കിൽ അതിന്റെ മേലെ CCU അല്ലെങ്കിൽ വെന്റിലേറ്ററിലൊക്കെ ഇടുന്ന അവസ്ഥ. മരിച്ചിട്ടില്ല, മരിക്കാതിരിക്കാനുള്ള സർവ്വവിധ സന്നാഹങ്ങളും അവിടെയുണ്ട്. വലിയ ഓക്സിജൻ ജാറ്, പ്രഗത്ഭരായ വിദഗ്ധരായ ഡോക്ടർമാർ, സന്നദ്ധ സേവകരായിട്ടുള്ള സിസ്റ്റർമാര് ഒക്കെ ഉണ്ടാകുമ്പോഴും ആ മനുഷ്യനെ വീട്ടിലേക്ക് കൊണ്ടുവരാൻ പറ്റുമോ? ഇന്ന് ജീവിക്കോ? ഇല്ല. മരിച്ചിട്ടുണ്ടോ? മറ ചെയ്യാൻ പറ്റുമോ? ഇല്ല. ഇതിന് സക്കറാത്തുൽ മൗത്ത് എന്ന് പറയും. ഒരു ചങ്ങാതി ഇപ്പൊ പാടിയിട്ടുണ്ട്. ഭ്രാന്ത്, അതുപോലെ സക്കറാത്ത് എന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ ഒരു പാട്ട്. സക്കറാത്തുൽ മൗത്ത് എന്ത് രസം, അങ്ങനെയാണ്. ഭ്രാന്ത് എന്നാൽ എന്ത് സുഖം. ലൈലാന്റെ സുഗന്ധം എന്നൊക്കെ പറഞ്ഞിട്ട്, ആ ലൈല എന്ന് പറഞ്ഞാല് പെണ്ണല്ല, അത് മരണത്തിനാണ് ലൈല എന്ന് അദ്ദേഹം. സൂഫിസമാണ്. ചിലർ തെറ്റിദ്ധരിക്കും അതൊരു സൂഫിസമാണ്. പഴയ കാലത്തുള്ള സൂഫികളൊക്കെ സക്കറാത്തുൽ മൗത്ത് ആസ്വാദ്യകരമാക്കി. അങ്ങനെയാണെങ്കിൽ അൽഹംദുലില്ലാഹ് നല്ലതാണ്, അതല്ലെങ്കിൽ പൊട്ടത്തരാണ്. സക്കറാത്തുൽ മൗത്ത് ആസ്വാദ്യകരമാക്കി മാറ്റണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സക്കറാത്തുൽ മൗത്തിന്റെ ഭ്രാന്താണ് വല്ലാത്ത രസകരം എന്ന് പറയുന്നത്. അത് അങ്ങനെയുള്ളവർക്ക് നല്ല രസമാണ്. നമുക്കൊന്നും ചിലപ്പം വലിയ രസം ഉണ്ടാവില്ല. നബിതങ്ങൾ മരണം ആസന്നമാണ് സമയത്ത് മുണ്ടെടുത്ത് മേലെ മുഖം മറക്കും, അസ്വസ്ഥത പ്രകടിപ്പിച്ചു. ആയിഷ ബീവി എന്ന് ചോദിക്കും, എന്താ? ഫാത്തിമ ബീവി ചോദിക്കും, എന്താ അങ്ങനെ വിഷമിക്കുന്നു? നിങ്ങളിൽ രണ്ടാൾ അനുഭവിക്കുന്ന വേദന ഞാൻ ഒറ്റയ്ക്ക് അനുഭവിക്കുന്നുണ്ട് എന്നാണ് നബിതങ്ങൾ പറഞ്ഞത്.
വല്ലാഹി ഇന്നലിൽ മൗതി ലസക്റാ, തീർച്ചയായും മരണത്തിന് ഒരു സക്രത്തുണ്ട്, മത്ത് പിടിപ്പിക്കുന്ന വേദനയുണ്ട്. അപ്പോ ആ ഒരു സമയത്തിനാണ് സക്രത്തുൽ മൗത്ത്. ഖുർആൻ പറയുന്നുണ്ട് വജാഅത് സക്രത്തുൽ മൗത്തി ബിൽ ഹഖ്, യഥാർത്ഥത്തിലുള്ള മരണവേദന നമ്മൾ കേട്ടിട്ടുള്ളൂ, അല്ലെങ്കിൽ കണ്ടിട്ടേ ഉള്ളൂ അവസ്ഥ. അത് നമുക്ക് വരും. യഥാർത്ഥത്തിൽ വന്നാൽ ദാലിക മാ കുൻത മിൻഹു തഹീദ്, നീ അതിൽ നിന്നായിരുന്നു നീ രക്ഷപ്പെടാൻ ശ്രമിച്ചിരുന്നത്. ആശുപത്രിയിൽ കൊണ്ടുപോയതും നല്ല ഡോക്ടറെ പോയി കണ്ടതും ട്രീറ്റ്മെന്റ് കൊടുത്തതും ലാസ്റ്റ് വെന്റിലേഷൻ കയറ്റിയതൊക്കെ രക്ഷപ്പെടാനാണ്. സക്രത്തുൽ മൗത്ത് അതിന് രക്ഷപ്പെടാനാണ്, മരണത്തിൽ നിന്ന് രക്ഷപ്പെടാനാണ്. പക്ഷേ മരണം സംഭവിക്കും. റൂഹ് തൊണ്ടക്കുഴിയിലെത്തും. വഖീലമൻ റാഖ്, ആരെങ്കിലും മന്ത്രിക്കാനുണ്ടോ എന്ന് ചോദിക്കും. വദന്ന അന്നഹുൽ ഫിറാഖ്, ഇത് വേർപാടാണ് എന്ന് അവന് ബോധ്യമാകും. വൽതഫത്തിസ്സാഖു ബിസ്സാഖ്, കണങ്കാലുകൾ തമ്മിൽ കൂട്ടി ഉരസാൻ തുടങ്ങും. ഇലാ റബ്ബിക യൗമഇദിനിൽ മസാഖ്, റബ്ബിലേക്ക് കൊണ്ടുപോകുന്ന ഒരു മനുഷ്യന്റെ അവസ്ഥയാണ്. എല്ലാവിധ സന്നാഹങ്ങളും ഉണ്ടെങ്കിലും മരിക്കും. ഐനമാ തകൂനൂ യുദ്രിക്കുമുൽ മൗത്ത്, നിങ്ങൾ എവിടെയാണെങ്കിലും മരണമുണ്ടാവും. എത്രത്തോളം വലൗ കുൻതും ഫീ ബുറൂജിൻ മുശയ്യദ, ആലോചിച്ച് നോക്കൂ, നല്ല ഉറപ്പുള്ള ഒരു കെട്ടിടത്തിന്റെ ഉള്ളിലാണെങ്കിലും വഹിയിലൂടെ അള്ളാൻ റസൂൽ അറിയിച്ചു കൊടുത്തത്. അന്ന് ICU CCU ഒന്നുമില്ല. വല്ലപ്പോ ഉറപ്പുള്ള കെട്ടിടം എന്ന് പറഞ്ഞാൽ ഈത്തപ്പനെ 2 കാലും വെച്ച് മറച്ചൊരു കെട്ടിടാണ്. ഇന്ന് നിങ്ങൾ ആലോചിച്ചു നോക്കൂ, മരിക്കാതിരിക്കാനുള്ള സൗകര്യങ്ങൾ എന്തൊക്കെയാണ് നടക്കുന്നത് ആശുപത്രികളിൽ. പക്ഷേ ഒരു കണക്ക് പ്രകാരം ഏറ്റവും കൂടുതൽ മരണം നടക്കുന്നത് ICUലാണ്, പിന്നെ ആശുപത്രിയിലാണ്, പിന്നെ വീട്ടിൽ നടക്കുന്നുള്ളൂ. എന്തിനാ അതൊക്കെ ഉണ്ടാക്കിയത്? മരിക്കാതിരിക്കാനാണ്, എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്താനാണ്. പക്ഷെ അതിന്റെ ഇടയിൽ വന്ന് ഡോക്ടർ പറയും സോറി. സോറി എന്ന വാക്ക് നമ്മളൊക്കെ പറഞ്ഞ ഒരു പ്രതീക്ഷയുള്ള വാക്കാണ്. പക്ഷെ ഒരു ഡോക്ടർ വന്നിട്ട് സോറി എന്ന് പറഞ്ഞാൽ എല്ലാ പ്രതീക്ഷയും അസ്തമിച്ചു എന്നാണ്. വലൗ കുൻതും ഫീ ബുറൂജിൻ മുശയ്യദ, നല്ലൊരു കെട്ടുറപ്പുള്ള ബിൽഡിങ്ങിന്റെ ഉള്ളിലാണെങ്കിലും ശരി, മരണം നിങ്ങൾ ആസ്വദിക്കും, നിങ്ങൾക്ക് വരുമെന്നാണ്. നോക്കൂ, ആ സമയത്ത് നമ്മുടെ ലക്ഷദ്വീപുകാരൻ പാടിയ പോലെ നമുക്കൊക്കെ വേണ്ടത് അതൊരു സുഖമായിട്ട് അനുഭവിക്കണം. സക്കറാത്തുൽ മൗത്ത്, എന്ത് രസം! അതിനുള്ളൊരു പരിഹാരമാണ് സൂറത്ത് ഫുസ്സിലത്തിലെ ഹാമീം സജ്ദ എന്നറിയപ്പെടുന്ന സൂറത്തിലെ 30-ാമത്തെ വചനം. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ചിലപ്പോൾ ഞാൻ തന്നെ ഇഷ്ടം പോലെ പറഞ്ഞിട്ടുണ്ടാവും. പക്ഷെ അത് നിങ്ങൾ ആലോചിച്ച് നോക്കൂ, അള്ളാഹ് പറയാ ഇന്നല്ലദീന ഖാലു റബ്ബുനല്ലാഹ്, എന്റെ റബ്ബ് അള്ളയാണ് എന്ന് പറഞ്ഞാൽ സുമ്മസ്തഖാമു, അതിൽ അടിയുറച്ചു നിന്നാൽ, ഒരു നിലപാടിൽ ജീവിച്ചാൽ, തതനസ്സലു അലൈഹിമുൽ മലായിക, അവരുടെ അടുത്ത് മലക്കുകൾ ഇറങ്ങും എന്നാ പറയണത്. അതേ സമയത്താണെന്നറിയോ? ഈ സക്കറാത്തുൽ മൗത്തിന്റെ സമയത്താണ്. കാരണം ആ സമയത്ത് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യാൻ പറ്റുന്ന ഒരു മലക്കുകൾ മാത്രമേ ഉള്ളൂ. എന്തെങ്കിലും ഒന്നാ നേരത്തെ ചെയ്യാൻ പറ്റിയ മലക്കിന് മാത്രമേ ഉള്ളൂ, വേറെ ആർക്കും ചെയ്യാൻ പറ്റൂല. എന്നൊരു മലക്ക് പറയും വലാ തഖാഫു, നിങ്ങൾ ഭയപ്പെടേണ്ട, വലാ തഹ്സനു, നിങ്ങൾ ദുഃഖിക്കണ്ട. ഖൗഫും ഹുസ്നും, ഇതാണ് ഒരു മനുഷ്യനുള്ള പേടി. രണ്ടും പേടിയാണ്. ഒന്ന് ഖൗഫാണ്, വരാൻ പോണോടത്തുള്ള പേടി, വരാൻ പോകുന്ന കാര്യം. പടച്ചോനെ പരീക്ഷ ഉണ്ടല്ലോ, എഴുതാൻ പറ്റൂലേ, തോൽക്കുവോ, യാത്ര മുടങ്ങോ, അങ്ങനെയൊക്കെയുള്ള പേടി, അത് ഖൗഫ്. ഹുസ്ൻ എന്ന് പറഞ്ഞാൽ പടച്ചോനെ തോറ്റല്ലോ, ഇനിയിപ്പോ എന്താ ചെയ്യാ, പരാജയപ്പെട്ടല്ലോ എന്നുള്ള ദുഃഖം. മരിക്കണോനെ പറ്റി അത് തന്നെയാണ്. ഒന്ന് പടച്ചോനെ എവിടേക്കപ്പ ഈ പോണത്, ഇനി മരിച്ചതിന്റെ ശേഷം എന്താവും എന്നുള്ള പേടി. പിന്നെ നമ്മുടെ നാട്ടിലെ കാര്യങ്ങൾ, ഞാൻ മരിച്ചാൽ എന്റെ വീട്ടിൽ എന്താവും, കുട്ടികൾ എന്താവും, കുടുംബം എന്താവും, പള്ളി എന്താവും, കമ്മിറ്റി എന്താവും, ഈ ജാതി പേടി, ബേജാറ്. 2 പേടിയുള്ളൂ മരിക്കണോന്, വേറൊന്നും പേടിയില്ല. ഒന്ന്, ഞാൻ മരിച്ചുപോയാൽ അവിടെ എന്ത്, 2, ഞാൻ മരിച്ചുപോയാൽ ഇവിടെ എന്ത്. രണ്ടും മലക്കുകൾ പറയാൻ എന്ത്, അല്ലാ തഖാഫു, നിങ്ങൾ ഭയപ്പെടണ്ട, അവിടെ ഒരു പേടിയില്ല. ഓക്കെ, വലാ തഹ്സനു, ഇവിടെയും പേടിയില്ല.
മാത്രല്ല വബിശ്റു സന്തോഷിച്ചോളൂ ബിൽ ജന്നത്തില്ലത്തി കുന്തും തുഅദൂൻ നിങ്ങൾക്ക് നൽകപ്പെടുന്ന സ്വർഗം കൊണ്ട് നിങ്ങൾ സന്തോഷിച്ചോളൂ. അപ്പൊ സക്രാത്തുൽ മൗത്ത് എന്ത് രസം. അങ്ങനെയാണ് മൂപ്പര് പാടിയെങ്കിൽ കുഴപ്പമില്ലാതെ എനിക്ക് തോന്നിയതാട്ടോ, ഞാൻ പറഞ്ഞത് മാത്രമേ. അപ്പൊ ഭ്രാന്ത് എന്നാൽ എന്ത് സുഖം. ആ ഭ്രാന്ത് ഉണ്ടാവും, പലതും കാണിക്കുന്ന ഭ്രാന്ത്, വെപ്രാളത്തിന്റെ ഭ്രാന്ത്, മരണവേദനയുടെ പിടച്ചിൽ. അപ്പൊ മലക്കുകൾ പറയും, യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്ന, ശാന്തമായ മനസ്സ്, ഇർജിഇ ഇലാ റബ്ബികി റാളിയതൻ മർളിയ. അപ്പൊ ചിരിച്ചുകൊണ്ട് യാത്രയാകാൻ കഴിയും. നിന്നെ ജനിക്കുമ്പോ എല്ലാവരും ചിരിച്ചു, നീ മാത്രം കരയായിരുന്നു. ഇനിയൊരു ദിവസം വരാണ്ട് എല്ലാവരും കരയും, അപ്പോൾ നിനക്ക് ചിരിക്കാൻ കഴിയണം. സക്രാത്തുൽ മൗത്ത് എന്ത് രസം. അപ്പോഴാണ് അത് സംഭവിക്കാതെ. പക്ഷെ ഒരൊറ്റ കാര്യമുള്ളൂ, ചിരിച്ചുകൊണ്ട് സന്തോഷത്തോടുകൂടി മരണപ്പെട്ടു പോകണമെങ്കിൽ ഒറ്റ കാര്യം ഖുർആൻ പറയണുള്ളൂ, ഇന്നല്ലദീന ഖാലു റബ്ബുനല്ലാഹ്. കൃത്യമായ ഒരു ആദർശം ഉണ്ടാകുക. എന്നിട്ടോ സുമ്മസ്തഖാമു, അതിലൊരു നിലപാടുണ്ടാവുക എന്നതാണ്. ഒരു നിലപാടുണ്ടാവണം, ഒരു നിലപാടിൽ ജീവിക്കണം എന്നതാണ്. എങ്കിലാണ് തത്തനസ്സുലു അലൈഹിം ബാക്കി കാര്യങ്ങളൊക്കെ. പിന്നെയും പറയേണ്ട മലക്കുകൾ, നഹ്നു ഔലിയാഉകും ഫിൽ ഹയാത്തി ദുനിയ വഫിൽ ആഖിറ, ദുനിയാവിലും ആഖിറത്തിലും ഞങ്ങളാണ് നിങ്ങളുടെ കൂടെ ഉള്ളത്, എന്തിനാ പേടിക്കുന്നത്? വലക്കും ഫിഹാ മാ തസ്തഹി അൻഫുസുക്കും, നിങ്ങൾ ഉദ്ദേശിക്കുന്നതൊക്കെ നിങ്ങൾക്ക് സ്വർഗ്ഗത്തിലുണ്ട്. വലക്കും ഫിഹാ മാ തദ്ദഊൻ, നിങ്ങൾ ആഗ്രഹിക്കുന്നത് മുഴുവൻ നിങ്ങൾക്കുണ്ട്. നുസുല്ലം മിൻ ഗഫൂരിർ റഹീം, അത് റബ്ബിന്റെ വല്ലാത്തൊരു വിരുന്നാണ്, ആതിഥ്യമാണ്. ഒറ്റ കാര്യം ചെയ്യുള്ളൂ, ഇസ്തിഖാമത്ത് ഉണ്ടാവണം. 3 കാര്യങ്ങൾ വിശദീകരിച്ചു പണ്ഡിതന്മാർ. ഈമാനിൽ ഇസ്തിഖാമത്ത് ഉണ്ടാവണം. ഈമാൻ കൃത്യമായിരിക്കും, അചഞ്ചലമായ ഈമാൻ. മറ്റൊന്ന് ഖൽബ്, ഹൃദയം കൃത്യമായി അതിൽ ഉറച്ചു നിൽക്കണം. മറ്റൊന്ന് നാവ്, അത് നന്നാവണം. നാവ് നന്നായാൽ ഖൽബ് നന്നാവും, ഖൽബ് നന്നായാൽ ഈമാൻ നന്നാവും. ഇത് 3 നന്നായാൽ ഇസ്തിഖാമത്തുണ്ടാകും, നിലപാട്. അതല്ലാതെ ഒരു ജാതി ഒരു കാനേഷുമാരിയായിട്ട് ജീവിക്കുക എന്നുള്ളത് ചെയ്യണത് കൃത്യം മതി. നമുക്ക് അല്ലാഹു റസൂൽ പറഞ്ഞിട്ടുണ്ട്, അഹബ്ബുൽ അഅമാലി ഇലല്ലാഹി അദ്വമുഹാ വഇൻ ഖല്ല. അല്ലാഹുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അമല് നിത്യമായി ചെയ്യുന്ന അമലുകളാണ്. വഇൻ ഖല്ല, അത് എത്ര കുറഞ്ഞാലും ശരി, എത്ര കുറഞ്ഞാലും ശരി. റമളാൻ മാസം കഴിഞ്ഞു, 11 റക്അത്തൊന്നും ഇപ്പൊ നിസ്കരിക്കാൻ കഴിഞ്ഞോളാം. ഒരു റക്അത്തെങ്കിലും നിത്യം നിസ്കരിച്ച് ശീലാക്കുക. അതിലൊരു പഞ്ച്വാലിറ്റി ഉണ്ടാവും, ഒരു കൃത്യനിഷ്ഠ. ഈ പഞ്ച്വാലിറ്റിയാണ് അല്ലാഹു ഇഷ്ടപ്പെട്ടത്. ബാങ്ക് കൊടുത്താൽ ഒരു ജമാഅത്തായിട്ട് പള്ളിയിൽ പോയിട്ട് നിസ്കരിക്കുക എന്ന ഒരു കൃത്യനിഷ്ഠ, ഒരു ചിട്ട. അതെല്ലായിടത്തും അങ്ങനെ തന്നെയല്ലേ. ഒരു ഓഫീസിൽ ഒരു ചിട്ട ഉണ്ടാവണം, എന്നാലേ ഓഫീസ് നന്നാവുള്ളൂ. ഒരു സൂപ്പർ മാർക്കറ്റ് ആണെങ്കിൽ ഒരു ചിട്ട ഉണ്ടാവണം, തുറക്കാനും അടക്കാനൊക്കെ. ഒരു പെട്ടിക്കട ആണെങ്കിലും ശരി, ഇപ്പം വരുമ്പോഴൊന്നും അവിടെ ചായയും കടി ഉണ്ടാവില്ല, ഒന്നും ആ പെട്ടിക്കട 2 ദിവസം കൊണ്ട് പൂട്ടേണ്ടി വരും. മോനക്ക് തോന്നുമ്പോ അല്ല വന്ന് തുറക്കുക. കാരണം ഈ ചിട്ട വലിയൊരു പ്രാധാന്യമുണ്ട്, നമ്മളത് മനസ്സിലാക്കുന്നില്ല. അതുപോലെ വെള്ളിയാഴ്ച പള്ളിയിൽ പോകുമ്പോ ഞാൻ ഇത്ര നേരത്ത് പോകും എന്നും അങ്ങനെ പോവുക. എന്നും ഇമാം ഇമ്പർമ്മ കയറുമ്പോ ഞാൻ പോകുക ഒരു അൽക്കഫ് സൂറത്തെങ്കിലും ഓതാനുള്ള സമയം. ഇപ്പോഴത്തെ തിരക്ക് കാരണം നല്ല നേരത്തെയാണ് ഏറ്റവും വേണ്ടതും അങ്ങനെ തന്നെ. അപ്പൊ അതിലൊക്കെ ഒരു കൃത്യനിഷ്ഠമാണ്. അതാണ് ഇസ്തിഖാമത്ത് എന്ന് പറയുന്നത്. സുമ്മസ്തഖാമു, ഖുർആനിൽ പറയുന്നുണ്ട്, വസ്തഖിം കമാ ഉമിർത. നബി എങ്ങനെയാണോ നിങ്ങളോട് കൽപ്പിക്കപ്പെട്ടത് അതുപോലെ നിങ്ങൾ എന്ത് ചെയ്യണം? നിലപാടിൽ ജീവിക്കണം. നിലപാടിൽ ജീവിക്കണം. നിലപാടുണ്ടെങ്കിൽ അല്ലാഹു പറയാൻ നിഅമത്തുണ്ടാകും, ബർക്കത്തുണ്ടാകും. വഅല്ലവ ഇസ്തഖാമു അല ത്വരീഖ, ത്വരീഖത്ത് അല്ലാഹുവിന്റെ വഴിയാണ്. അല്ലാഹുവിന്റെ കൃത്യമായ വഴിയിൽ പഞ്ച്വാലിറ്റിയോടുകൂടെ ഇസ്തിഖാമത്തോടുകൂടെ ജീവിച്ചാൽ ഫഅസ്ഖൈനാഹും മാഅൻ ഗദഖാ, അവർക്ക് ധാരാളം വെള്ളം അല്ലാഹു കുടിക്കാൻ കൊടുക്കുന്ന ബർക്കത്തിന്റെ അടിസ്ഥാനം. ബർക്കത്ത് എന്ന് പറഞ്ഞാൽ തന്നെ അതാണ്, കുളത്തിനാണ് ബർക്കത്ത്. വെള്ളം കെട്ടി നിൽക്കുന്ന ചെറിയ സ്ഥലത്തിനാണ് ബർക്കത്ത് എന്ന് പറയാം. ബർക്കത്ത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ല, ഒരു ബർക്കത്തില്ല അറിയില്ല. ബർക്കത്ത് ഉണ്ടാവണമെങ്കിൽ എന്ത് വേണമെന്നറിയോ? കൃത്യനിഷ്ഠ വേണം ജീവിതത്തിൽ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, നമ്മളൊന്ന് ശീലിച്ചു നോക്കുക. ടൈം ടേബിളിൽ ഉറങ്ങാനും ഉണരാനും പള്ളിയിൽ പോകാനും എല്ലാ കാര്യവും നടക്കും. അതല്ലേ കാര്യപ്പെട്ട ആളുകളുടെ കാര്യങ്ങളൊക്കെ നേരെ നടന്നുകൊണ്ടല്ലോ. ഇവിടെ പ്രധാനമന്ത്രിക്കും 24 മണിക്കൂറാണ്. ഒരു പണിയില്ലാത്ത മനുഷ്യന് 24 മണിക്കൂറാണ്. ഏത് പൊട്ടനും 24 മണിക്കൂറുണ്ട്. ഒരു ഒഴിവില്ലാത്ത ആൾക്ക് 24 മണിക്കൂറാണ്. അത് ഉപയോഗപ്പെടുത്തുന്നിടത്താണ് പ്രശ്നം.
അതുകൊണ്ടാണ് ഇസ്തിഖാമത്ത് വേണം എന്ന് പറയുന്നത്. ധാരാളം വെള്ളം കൊടുക്കുന്ന ജീവന്റെ അടിത്തറയാണ്. ഉണ്ടായാൽ തന്നെ ബാക്കിയൊക്കെ നടക്കും. അതുകൊണ്ട് ബർക്കത്ത് ഉണ്ടാവുന്ന പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. ആലോചിച്ച് നോക്കൂ, ഇനിയിപ്പോ റമദാൻ മാസം കഴിഞ്ഞു. ഇന്നലെ ഒരു ചിത്രം കണ്ടു. 4 ആളുണ്ട്, ഒരു ഇമാമും നിസ്കരിച്ചിട്ടുണ്ട്. അതിൽ എഴുതിയിട്ടുണ്ട് വിരുന്നേരൊക്കെ പോയി, കുടിക്കാര് മാത്രമേ ഉള്ളൂ 4 ആള്. മുക്രീം ഖത്തീബും 4 മൊയ്ലിയർട്ടികളും, വേറെ ആരുമില്ല. അതുവരെ നിറഞ്ഞ് കവിഞ്ഞു നിൽക്കായിരുന്നു. ഇപ്പൊ പള്ളിക്കാരുള്ളത് ആരുമില്ല, പോയി. അതോടെ പോയില്ലേ. റമദാൻ കഴിയാൻ വേണ്ടി കാത്തിരിക്കാൻ. അപ്പോഴേക്കിന് നമ്മുടെ നിലപാടുകളൊക്കെ മാറി, എല്ലാം മാറി. ഒക്കെ സാധാരണ പോലെ. നാറാണത്ത് ഭ്രാന്ത് മല നമ്മുടെ അടുത്താണുള്ളത്. അയാള് രാവിലെ മുതൽ ഇത് ഉരുട്ടിക്കൊണ്ടുപോയി, അത് കഴിഞ്ഞ് അവിടെ എത്തിയ തള്ളിയിടും. ഒരു ഫായിദ ഇല്ലാത്ത പ്രവർത്തനം. വലാ തകൂനു കല്ലത്തി നഖലത് ഗസ്ലഹ മിൻ ബഅദി ഖുവ്വത്തിൻ അൻകാസ. ഒരു കയറ് പിരിച്ച് മദീനയിലെ ഭ്രാന്തത്തിയെ പറ്റി ഖുർആൻ കഥ പറഞ്ഞിട്ടുണ്ട്. ഒരു കയറ് പിരിച്ച് രാവിലെ മുതൽ പിരിച്ചിട്ടാക്കിയിട്ട് വൈകുന്നേരമായ പിന്നെ നേരം മുഴുക്കുന്നത് അഴിക്കുന്ന. അതെന്താ? ഭ്രാന്താണ്. അങ്ങനെ ഭ്രാന്തന്മാരായി നിങ്ങൾ മാറരുത് എന്ന് ഖുർആൻ പറയുന്നു. മനുഷ്യനായാൽ ഒരു നിലപാട് വേണമെന്ന്. ചെയ്തതൊക്കെ നമ്മൾ നഷ്ടപ്പെടുത്താൻ പാടില്ല. ഇത് നോക്കൂ, ഒന്നും അവസാനിച്ചിട്ടില്ല. യഥാർത്ഥത്തിൽ ഒരു റമളാൻ, ഷഹ്റു റമളാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ. റമളാൻ മാസേ കഴിഞ്ഞിട്ടുള്ളൂ, ഖുർആൻ നമ്മുടെ കയ്യിലുണ്ട്. റമളാൻ മാസേ കഴിഞ്ഞിട്ടുള്ളൂ, പള്ളി ഇവിടെ തന്നെ ഉണ്ട്. പള്ളിയിലെ ജമാഅത്തുണ്ട്, പള്ളിയിലെ 1-ാമത്തെ സഫുണ്ട്, പള്ളിയിലെ ബാങ്ക് ഉണ്ട്, പള്ളിയിൽ ഇഖാമത്തുണ്ട്, നിസ്കാരമുണ്ട്, ഒക്കെ ഉണ്ടല്ലോ. നോമ്പേ കഴിഞ്ഞിട്ടുള്ളൂ. റമളാനിലെ ഫർള് നോമ്പേ കഴിഞ്ഞിട്ടുള്ളൂ. സുന്നത്ത് നോമ്പുണ്ട്, 6-ാം നോമ്പ്. മൻ സാമ റമളാന സുമ്മ അത്ബഅഹു സിത്തൻ മിൻ ശവ്വാൽ ഫകാന കസിയാമി ദഹരി കുല്ലിഹി. ശവ്വാലിൽ കഴിയുമെങ്കിൽ തുടർച്ചയായിട്ട് തന്നെ നോക്കാം, ഇല്ലെങ്കിൽ ശവ്വാലിൽ നോച്ചാലും മതി എന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. എന്തിനാണത്? അമലുകൾക്ക് 1 വർഷം നോമ്പ് നോറ്റതിന് തുല്യമാണ്. നിങ്ങൾ കണക്കൂട്ടി നോക്കി. ഇസ്ലാമില് ഒരു പുണ്യം ചെയ്താൽ 10 ഇരട്ടി പ്രതിഫലമാണ്. അപ്പൊ 1 നോമ്പ് നോച്ചാൽ 10 നോമ്പ് നോറ്റതിന് തുല്യമാണ്. 30 നോമ്പ് നോച്ചാൽ 300 നോമ്പായി. ശവ്വാലിൽ 6 നോച്ചാൽ 60 നോമ്പായി. 360 എന്നുള്ളത് ആവറേജ് ഒരു വർഷമാണ്. അറബി മാസപ്രകാരം 360. നമ്മൾ 365 എന്ന് പറയും, സൂര്യവർഷം. അപ്പൊ 360 പ്രകാരം, ഒരു അറബി വർഷപ്രകാരം 360 ദിവസം നോമ്പ് നോറ്റതിന് തുല്യാണ്. നോക്കൂ ഹദീസ്, മൻ സാമ റമളാൻ സുമ്മ അത്ബഅഹു സിത്തൻ മിൻ ശവ്വാൽ. റമളാൻ മുഴുവൻ നോമ്പ് നോൽക്കുക, 6 ദിവസം ശവ്വാൽ നോച്ചാൽ ഫകഅന്നമാ സാമ ദഹ്റ കുല്ലഹു. അവൻ ഒരു വർഷം മുഴുവൻ നോമ്പ് നോറ്റിന് തുല്യമായി. സുന്നത്ത് നോമ്പ്. അത് കഴിഞ്ഞാൽ ഓരോ മാസവും 13, 14, 15 അയ്യാമുൽ ബീദ് സുന്നത്ത് നോമ്പ് നമുക്കുണ്ട്. അതിനാണ് ഇസ്തിഖാമത്ത് എന്ന് പറയാറ്. റമളാൻ കഴിഞ്ഞോടുകൂടെ ഒക്കെ ഒഴിവാക്കിയിട്ടൊക്കെ മടക്കി വെച്ച്, മുസല്ല മടക്കി വെച്ചു, ദസ്ബീർ വെച്ചു, നിസ്കാര കുപ്പായം മടക്കി. ഇനി അടുത്ത എന്താ അതിന് പറയാ, നനച്ചൂളി വരണം നിസ്കാര കുപ്പായം എടുത്ത് തിരുമ്പണമെങ്കിൽ. അതുവരെ അവിടെ ഇരിക്കാൻ. അങ്ങനെയല്ല അതിന്റെ അവസ്ഥ. അയ്യാമുൽ ബീദിലെ നോമ്പ് തിങ്കൾ വ്യാഴം വളരെ പ്രാധാന്യമുണ്ട്. എന്തുകൊണ്ടാണ് നോമ്പ് വിൽക്കുന്നത്? അന്ന് അമലുകൾ അള്ളാഹുവിലേക്ക് ഉയർത്തും. 2 ആളുകളുടെ അമൽ ഉയർത്തൂല. 2 ആളുകൾ തമ്മിൽ തെറ്റി നിൽക്കുന്നുണ്ടെങ്കിൽ അവരുടെ അമല് ഹത്താ യസ്തലിഹ, അവർ മിണ്ടുന്നത് വരെ, സുൽഹാകുന്നത് വരെ അവരുടെ അമലുകൾ ഉയർത്തിക്കൊണ്ടുപോകില്ല. ഫർള് നിസ്കാരം കഴിഞ്ഞു, പ്രാധാന്യമുണ്ട്. ഇനി സുന്നത്ത് നിസ്കാരങ്ങൾ ബാക്കി ഇഷ്ടം പോലെ ഉണ്ട്. മൻ സല്ല സിന്തൈ അശ്റ റക്അ. ഒരാള് 12 റക്അത്ത് നിസ്കരിച്ചാൽ, 12 റക്അത്ത് നിസ്കരിക്കാൻ എങ്കിൽ ബനല്ലാഹു ലഹു ബൈതൻ ഫിൽ ജന്ന, അല്ലാഹു സ്വർഗ്ഗത്തിൽ അവനൊരു വീടുണ്ടാക്കി കൊടുക്കും. ഏതാ 12 റക്അത്ത്? റവാത്തിബ് സുന്നത്തുകളാണ്. ഫർളിന്റെ കൂടെ ഇത് കൃത്യമായി ആലോചിച്ചു. ഈ റമളാനിൽ നമ്മള് പലപ്പോഴും മനുഷ്യരൊക്കെ റമളാനിൽ ഭൗതികത്തെക്കാൾ ഏറെ പരലോകത്തിനാ പ്രാധാന്യം കൊടുത്തു. ആലോചിച്ചു, നമ്മൾ പോയി കഴിഞ്ഞ റമളാനിൽ പ്രാർത്ഥിച്ചത് അധികവും ദുന്യാവിലെ കാര്യങ്ങൾ നേടാൻ വേണ്ടിയല്ല. അത് ഹജ്ജിന് പോകുമ്പോൾ അധികം ആൾക്കാർക്ക് അങ്ങനെ പ്രാർത്ഥിക്കാം.
അല്ലെ? ഹജ്ജിനാണ് കുട്ടിയെ കെട്ടിക്കാളതും മറ്റതും മറിച്ചതും ഒക്കെ പ്രാർത്ഥിക്കല്. ഈ റമളാനിലെ പ്രാർത്ഥനയ്ക്ക് ഒരു പ്രത്യേകത ഉണ്ട്, ശ്രദ്ധിച്ചിട്ടുണ്ടോ? റമളാനിൽ നമ്മളൊക്കെ അധികം പ്രാർത്ഥിച്ചിട്ടുണ്ടാകാൻ നമ്മുടെ പാപമോചനത്തിന് വേണ്ടിയിട്ടായിരിക്കും. ശരിയല്ലേ? അപ്പോ നമ്മുടെ പാപമോചനം കാര്യങ്ങളൊക്കെ ശുദ്ധിയായി നിൽക്കണം. ഇനി നമുക്കത് നേടിയെടുക്കണം, അത് നിലനിർത്തണം എന്നതാണ് നമ്മുടെ ആവശ്യം. നിലനിർത്തുക എന്നത് പ്രയാസമുള്ള കാര്യമാണ്. ദുനിയാവിലും അങ്ങനെ തന്നെ. ഞാൻ പറയല്ലേ, ഒരു കിഡ്നി മാറ്റി വെച്ചാൽ, നാട്ടുകാരെ പിരിവ് ഒരു 35 ലക്ഷം ഒക്കെ ഉണ്ടായാൽ 5-6 മണിക്കൂർ നേരത്തെ ശസ്ത്രക്രിയ നടത്തിയാൽ കിഡ്നി മാറ്റി വെക്കാൻ പറ്റും. പക്ഷെ അവൻ എത്രമാണ് ഒരു വർഷമെങ്കിലും ഇൻഫെക്ഷൻ വരാതെ ഒരു ഭാഗത്തിരുന്നിട്ട് അതിനെ സൂക്ഷിച്ചുകൊണ്ടേ അവൻ ഇരിക്കണം എന്നാണ്. അതാണ് അമലുകളുടെ പ്രത്യേകത. അങ്ങനെയാണ് അമലുകൾ നിലനിൽക്കണം. അപ്പൊ സുന്നത്ത് നിസ്കാരങ്ങൾ കൊണ്ട് നമ്മളതിനെ ശക്തി നൽകണം എന്നതാണ്. സുബഹിന്റെ മുമ്പ് 2 റക്അത്ത്, ളുഹറിന്റെ മുമ്പ് 4, ശേഷം 2, മഗ്രിബിന്റെ ശേഷം 2, ഇശാഇന്റെ ശേഷം 2, 12 റക്അത്ത്. ഇതാണ് ആ പറഞ്ഞത്. വേറെയും അഭിപ്രായങ്ങളും വ്യത്യാസങ്ങളൊക്കെ ഉണ്ട് സുന്നത്ത് നിസ്കാരത്തിൽ. നവാഫിൽ സുന്നത്തുകൾ എന്തിന്? ഫർളിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമ്പോ അത് പരിഹരിക്കാനാണ് സുന്നത്തുകൾ. മനസ്സിലാക്കണം. എന്തിനാ സുന്നത്ത് നോമ്പുകള്? ഫർള് നോമ്പിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമ്പോ പരിഹരിക്കാം. എന്തിനാ സുന്നത്ത് നിസ്കാരങ്ങള്? ഫർള് നിസ്കാരത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ പരിഹരിക്കാം. കുഷ്ഠരോഗികളുടെ ഏറ്റവും വലിയ പ്രശ്നം വേദന അറിയാതിരിക്കുക എന്നതാണ്. പ്രമേഹത്തിന്റെ അവസാനം കൂടുതലായാൽ കാല് വന്ന് പഴുത്തളിയുമ്പോഴേ അയാൾ പോലും പറയുള്ളൂ. ആശുപത്രി കാണുമ്പോ പറഞ്ഞേക്കാം, കൂടെ ഇരിക്കോലും പറയും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല, ആകെ കീറി ഇതായി. ഇന്നലെയും കൂടി ഒരു രോഗി കാണാൻ പോയപ്പോ അങ്ങനെ പ്രതികരിച്ചു. അത് അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല, ഇത്രയും കാലം ഉണ്ടായിട്ട് അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ അറിയാന്നുള്ളത്, കാരണം വേദന ഉണ്ടായില്ല. വേദന അറിയാന്നുള്ളത് വലിയ നിയമത്താണ്, ഏറ്റവും വലിയ നിയമത്താണ്. നമ്മൾ വിചാരിക്കുന്നത് നമുക്കൊരു വേദനയോ പ്രയാസമോ ദാരിദ്ര്യമോ ഒക്കെ വരുമ്പോ നമ്മളൊക്കെ പടച്ചവന്റെ നിയമത്തിന് നന്ദി കേട് കാണിക്കാനാണ് പെട്ടെന്ന് നമ്മുടെ മനസ്സ്. അത് പൈശാചികമാണ്, അത് പൈശാചികമാണ്. പിശാച്ചിനെ പിശാച്ച് ഇടപെടാതിരിക്കാൻ പരമാവധി നമ്മൾ ശ്രദ്ധിക്കണം. നമ്മുടെ മനസ്സിൽ മോശമായ ചിന്തകളുണ്ടാവും. അപ്പോ ചിലപ്പോ എന്താവും, ഈ നിസ്കാരം നോമ്പും ചുമയും കാര്യങ്ങളൊക്കെ ഒഴിവാക്കും. അപ്പൊ ഈ റമളാൻ മാസേ കഴിഞ്ഞിട്ടുള്ളൂ, വേറൊന്നും കഴിഞ്ഞിട്ടില്ല. നിസ്കാരങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട്, നോമ്പുണ്ട്, എല്ലാം ഉണ്ട്. അപ്പൊ അതിൽ നിലനിൽക്കുക എന്നതാണ്, നിലനിർത്തുക എന്നതാണ് ഏറ്റവും വലിയ പ്രധാനം. അതുപോലെ തന്നെ ഖബൂലുൽ അമലുകളുടെ സ്വീകാര്യത വലിയ പ്രയാസമാണ്. നോക്കൂ, ഇബ്രാഹിം നബി അലൈഹി സ്വലാം പള്ളി കയറ്റിയത് അല്ല പറഞ്ഞിട്ട്, കൂടെ മകനെ കൂട്ടിയത് അല്ല പറഞ്ഞിട്ട്. ഇപ്പൊ നമുക്ക് അങ്ങനെ ഒരു ചാൻസ് കിട്ടി നമ്മൾ എന്തായിരിക്കും? നമുക്കൊക്കെ അഹങ്കാരം വരും. ഇനിയിപ്പോ സ്വർഗ്ഗം നിൽക്കുന്നില്ലെങ്കിൽ പിന്നെ പാർക്ക കൊടുക്കാന്ന് നമ്മൾ വിചാരിക്കും. അങ്ങനെ വല്ല ചിന്ത ഇബ്രാഹിം നബിക്കുണ്ടോ? ഇങ്ങനെയൊക്കെ ചെയ്ത ഇബ്രാഹിം നബി പ്രാർത്ഥിച്ചത് വലാ തുഹ്സിനി യൗമ യുബഅസൂൻ, പടച്ചവനെ നാളെ എന്നെ വഷളാക്കരുത്. ഞാൻ വലിയ ആളൊക്കെയാണ്, നാട്ടുകാരിടയിലൊക്കെ വലിയ ആളാണ്, എല്ലാവരും എന്നെ പറ്റി പറയുന്ന ആളാണ്. പക്ഷെ അതുകൊണ്ട് നാളെ എന്നെ വഷളാക്കരുത്. യൗമ ലാ യൻഫഉ മാലുൻ വലാ ബനൂൻ ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം. നല്ലൊരു മനസ്സ് ഇല്ലാത്ത ദിവസം, ആർക്കും സമ്പത്തും സന്താനങ്ങളും ഉപകരിക്കാത്ത ദിവസം, നല്ല മനസ്സുള്ളവന് മാത്രമേ അന്ന് കിട്ടുള്ളൂ. അതുകൊണ്ട് എന്റെ മനസ്സെന്നാക്കണം. കഅബ നിർമ്മിച്ചു. ഇബ്രാഹിം നബിയോട് ഹജ്ജിന് വേണ്ടി ആളുകളെയൊക്കെ വിളിക്കാൻ പറഞ്ഞു. ആളുകളെയൊക്കെ വിളിച്ചു. ഞാൻ വിളിച്ചാൽ കേൾക്കുമെന്ന് ചോദിച്ചു. ഞാൻ കേൾപ്പിച്ചോളാം, നീ വിളിച്ചോ എന്ന് പറഞ്ഞു. എല്ലാരും വിളിച്ചു. അവിടുത്തെ പണിയെടുക്കണം എന്ന് പറഞ്ഞു. സുജൂദ് ചെയ്യാനും റുക്കൂ ചെയ്യാനും ഇഅ്തികാഫ് ഇരിക്കാനൊക്കെ വരുന്ന ആളുകൾക്ക് സൗകര്യം ചെയ്യണം ഇബ്രാഹിം നബിയോട് പറഞ്ഞു. പക്ഷെ ആ കഅബ നിർമ്മിച്ചതിന്റെ ശേഷം ഇബ്രാഹിം നബി ആദ്യമായി പ്രാർത്ഥിച്ച പ്രാർത്ഥന ഖുർആനിലുണ്ട്, റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്തസ് സമീഉൽ അലീം. അമല് എത്ര കഠിനമുള്ളതാണെങ്കിലും ശരി. ഇപ്പൊ നമ്മളൊക്കെ വിചാരിക്കുക, ഈ കണ്ട ചൂടിനൊക്കെ ഈ ജാതി നോമ്പൊക്കെ നോറ്റിട്ട് ഇതിനിപ്പോ കൂലി എന്തില്ലെങ്കിൽ ഇപ്പൊ ഞാൻ ഇതിനെന്തിനാ മെനക്കെടുന്നത്? അങ്ങനെയല്ലല്ലോ. റബ്ബനാ തഖബ്ബൽ മിന്നാ, പടച്ചോനെ ഇത് സ്വീകരിക്കണേ എന്ന്. അല്ല ചോക്കു, നമ്മളൊപ്പം ഒരു കത്ത് എഴുതി ഒരാൾക്ക് അയക്കാൻ, വളരെ ഇഷ്ടപ്പെട്ട ഒരു കാര്യത്തിന് വേണ്ടി അയച്ചത്, റെഫ്യൂസ്ഡ് എന്നും പറഞ്ഞിട്ട് അവിടുന്ന് കത്ത് ഇങ്ങോട്ട് മടങ്ങി വന്നാൽ എന്തായിരിക്കും നമ്മുടെ അവസ്ഥ? വളരെ സന്തോഷത്തോടെ ചെയ്തൊരു കാര്യമാണ്. പക്ഷെ മൂപ്പരത് സ്വീകരിച്ചില്ല. കാരണം സ്വീകാര്യത വലിയൊരു പ്രയാസമാണ്, അത് പ്രശ്നമാണ്, അത് ഗൗരവമുള്ള കാര്യമാണ്.
അപ്പൊ റബ്ബിനോട് പ്രാർത്ഥിക്കണം. അല്ലദീന യൂതൂന മാ അതൗ, നമ്മൾ സക്കാത്ത് കൊടുത്തു, നോമ്പ് നോറ്റു, ഒരുപാട് സാമ്പത്തികമായി ഒരുപാട് പ്രയാസപ്പെട്ടു, ശാരീരികമായി ഒരുപാട് ബുദ്ധിമുട്ടി, കഷ്ടപ്പെട്ട് തന്നെയാണ് റബ്ബിന്റെ മാർഗത്തിൽ. ഇത് പടച്ചവന്റെ അടുത്തുകൂടെ സ്വാലിഹായി മാറേണ്ടതുണ്ട്, നന്നാകേണ്ടതുണ്ട്. അല്ലദീന യൂതൂന മാ അതൗ, കൊടുക്കുന്നതൊക്കെ അള്ളാന്റെ മാർഗത്തിൽ കൊടുക്കും. വഖുലൂബുഹും വജില, പക്ഷേ ഈ സദഖ ചെയ്യുമ്പോഴും ഒക്കെ ഇങ്ങനെ മനസ്സിന് വല്ലാത്തൊരു പിടപെടുപ്പാണ്. അന്നഹും ഇലാ റബ്ബിഹിം റാജിഊൻ, റബ്ബിലേക്ക് പോകേണ്ടി വരുമല്ലോ എന്ന് വിചാരിച്ചിട്ട് മനസ്സിങ്ങനെ പേടിച്ചുകൊണ്ട് സക്കാത്തും സദഖ കൊടുക്കുന്ന ആളുകളെ പറ്റി ആയത്തിങ്ങനെ ഇറങ്ങിയപ്പോ ആയിഷാ ബീവി ചെന്ന് ചോദിക്കുക, അല്ല നബിയെ, അത് നിസ്കരിക്കാത്തവരെ പറ്റിയിട്ടും നോമ്പ് കൊടുക്കാത്തവരെ പറ്റിയിട്ടും ഹജ്ജ് ചെയ്യാത്തവരെ പറ്റിയിട്ടും സക്കാത്ത് കൊടുക്കാത്തവരെ പറ്റിയിട്ടും അല്ലേ ചോദിച്ചപ്പോ ആയിഷാ ബീവിയോട് നബി തങ്ങൾ പറഞ്ഞ മറുപടി, ലാ യബ്നത സിദ്ദീഖ്, സിദ്ദീഖിന്റെ മകളെ, അങ്ങനെയല്ല, അങ്ങനെ വിചാരിക്കണ്ട. അതാരാണ്? ഫഇന്നഹും യസൂമൂൻ, അവർ നോമ്പ് നോൽക്കുന്നു, നിസ്കരിക്കുന്നു, സക്കാത്ത് കൊടുക്കുന്നു, ഹജ്ജ് ചെയ്യുന്നു, അതോടൊപ്പം അത് റബ്ബ് സ്വീകരിക്കുകയില്ലേ എന്ന പേടിയാണ് അവരുടെ ഹൃദയത്തിൽ ഒരു ചാട്ടമുണ്ടാകാൻ, ഹൃദയം പിടക്കാൻ കാരണം എന്നുള്ള റസൂൽ പരിചയപ്പെടുത്താൻ. അപ്പൊ നമ്മൾ ചെയ്തതിനല്ല അള്ളാഹ് കണക്കാക്കണം. നമ്മൾ ചെയ്യുന്നത് കുറച്ചായേക്കാം, അള്ളാഹ് അത് വലിയതായി സ്വീകരിക്കും. സക്കാത്ത് സദഖ നമ്മൾ പഠിച്ചിട്ടില്ലേ, ₹1 കൊടുത്താൽ 700 സ്വീകരിക്കും. ചിലപ്പോ നമ്മൾ ചെയ്യുന്നത് അതിഗംഭീരമായിട്ടായിരിക്കും നമുക്ക് തോന്നുന്നത്, പക്ഷെ പിന്നെ അത് പടച്ചവന്റെ അടുത്ത് ചിലപ്പോ ഒന്നും ഉണ്ടാവില്ല. അങ്ങനെയും വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ സഹാബികളൊക്കെ, പിന്നെ താബിഈങ്ങൾ, സഹാബികൾ, സലഫുകളൊക്കെ 6 മാസം, റമളാൻ കഴിഞ്ഞാല് 6 മാസത്തോളം കഴിഞ്ഞ റമളാനിലെ അമലുകൾ സ്വീകരിക്കണേ എന്ന് റബ്ബിനോട് പ്രാർത്ഥിക്കുന്നതാണ്. നിരന്തരമായി നമ്മൾ പ്രാർത്ഥിക്കണം, നമ്മുടെ നോമ്പ് സ്വീകരിക്കണം. പടച്ചോൻ ഒരു ചോദിച്ചാൽ ബുദ്ധിമുട്ടാത്ത അവസ്ഥ. ചില യുക്തിവാദികളൊക്കെ ചോദിക്കും, ഒരാളോട് 4 വട്ടം ചോദിച്ചു, ഓന് ചൂടാവൂലേ, അത് ഓന്റെ മൈരനെ പടച്ചോന്നോ വിചാരിച്ചിട്ടാണ്. പടച്ചോൻ ഇഷ്ടം മനുഷ്യൻ ചോദിക്കുന്നത്, ചോദിച്ചില്ലെങ്കിലാണ് പടച്ചോൻ ഇഷ്ടമല്ലായി ഹദീസ് പഠിപ്പിച്ചത്. തുടർച്ചയായി ചോദിച്ചുകൊണ്ടിരിക്കണം. ചോദിച്ചാൽ അതാ പടച്ചോനും മനുഷ്യനും തമ്മിൽ വ്യത്യാസം. മനുഷ്യന്മാരോട് 1, 2 കാര്യം 2 വട്ടം 3 വട്ടം ചോദിച്ചാല് പറഞ്ഞാൽ ദേഷ്യപ്പെടും, മനുഷ്യന്റെ പ്രത്യേകത. അള്ളാഹിനോട് എത്ര ചോദിച്ചില്ലെങ്കിലാണ് അള്ളാഹ് ദേഷ്യപ്പെടുക എന്നുള്ളത്. അതുകൊണ്ട് 6 മാസത്തോളം, പിന്നെ 6 മാസം അടുത്ത റമളാൻ വരണേന്ന് പ്രാർത്ഥിക്കും, ആ മരിപ്പിക്കണ കൂട്ടത്തിൽ പെടുത്തരുതെന്ന് പ്രാർത്ഥിക്കും. അപ്പൊ 6 മാസം ഇത് സ്വീകരിക്കണേ ചോദിക്കാം. അപ്പൊ ഇത് ഗൗരവം എത്രയാണ്. അതുകൊണ്ട് ചെയ്ത അമലുകൾ സ്വീകരിക്കാനും അതുപോലെ ഒരു നിലപാടിൽ ഉറച്ചു പോകാനും നമ്മൾ തീരുമാനിക്കണം. ഇതുവരെയുള്ള ആ ഒരു നിലപാട് കൃത്യമാക്കിയിട്ട് മുന്നോട്ട് കൊണ്ടുപോകുക. അങ്ങനെയാണെങ്കിൽ മരണസമയത്ത് വല്ലാത്തൊരു ആശ്വാസം ഉണ്ടാകും. നമുക്ക് അത് മനസ്സിലാക്കാൻ, അത് അനുഭവിച്ചറിയാൻ നമുക്ക് കഴിയും. അങ്ങനെയൊക്കെയാണ് ഖുർആനെന്നും ഹദീസെന്നൊക്കെ മനസ്സിലാകുന്നത്. അള്ളാഹു അനുഗ്രഹിക്കുമാറാണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വലാഖിബത്തു ലിൽ മുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ വസല്ലി വസല്ലിം അലാ ഖാതിമിൽ അംബിയാഇ വൽ മുർസലീൻ നബിയിന മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദു ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. ഒരു കാര്യം കൂടി കൂട്ടിച്ചേർക്കാനുണ്ട്. അമലുകൾ ബാത്തിലാകുന്ന കാര്യങ്ങൾ ഇല്ലാതിരിക്കാനും നമ്മൾ ശ്രദ്ധിക്കണം. നമുക്കറിയാലോ, അപ്പൊ നമ്മുടെ ആദർശത്തിൽ ശിർക്ക് വന്നാൽ ആദർശം ബാത്തിലാകും. എത്ര ചെറിയ ശിർക്കാണെങ്കിൽ പോലും ഖുർആനിൽ പറയുന്നുണ്ട്, വലൈൻ അശ്റക്ത ലയഹ്ബതന്ന അമലുക. നബിയെ, ശിർക്ക് ചെയ്താൽ അമല് ബാത്തിലാകും. ആരോടാ പറയണത്? നബിയോട്. മൗലവിനോടല്ല, നബിനോടാണ്. നമ്മൾ പറയാം, ആ മൗലവി ഇങ്ങനെയൊക്കെ തൗഹീദ് പറഞ്ഞിട്ട് ആ മൗലവിക്ക് എങ്ങനെ ശിർക്ക് വരികയെന്ന് നമ്മൾ ചോദിക്കാം. അല്ലെങ്കിൽ ആ ഉസ്താദ് തൗഹീദ് പറഞ്ഞ ഉസ്താദാണ്, ആ ഉസ്താദിന് എങ്ങനെ ശിർക്ക് വരികയെന്ന് നമ്മൾ ചോദിക്കാം. അള്ളാഹ്ക്ക് ആ ജാതി പേടിയൊന്നുമില്ല, അള്ളാഹ്ക്ക് ഒക്കെ കണക്കന്നെ. മുഹമ്മദ് നബിയോട് പറഞ്ഞത് ലൈൻ അശ്റക്ത ലയഹ്ബതന്ന അമലുക, പ്രവാചകപ്പണിയാണ് ബാത്തിലാവുന്നത്. അതുകൊണ്ട് ശിർക്ക് വരാതിരിക്കുക. രണ്ടാമത്തെ കാര്യം, കൊടുത്തത് എടുത്ത് പറഞ്ഞ് ഉപദ്രവിക്കാതിരിക്കുക. ആർക്കെങ്കിലും വല്ല സക്കാത്തിന്റെ പൈസയെ, സദക്കയുടെ പൈസയെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഓനെ കൂലിക്ക് വിളിക്കുക, അല്ലെങ്കിൽ ഓനെ പണിക്ക് വിളിക്കുക, എന്നിട്ട് മന്ദില്ലെങ്കിൽ ഓനോട് ചൂടാകുക, അങ്ങനെയുള്ള പരിപാടികളൊന്നും പറ്റൂല. പണ്ഡിതന്മാർ പറയുന്നുണ്ട്, ഒരാൾ നമ്മുടെ വീട്ടിൽ വന്ന് ഓനൊരു 10 പൈസ നമ്മൾ എടുത്തു കൊടുത്തിട്ട് പോണ പോക്കിൽ ആ ഗേറ്റ് അടക്കിട്ടോ എന്ന് പറഞ്ഞാൽ അത് ബാത്തിലായി, അത് ഉപദ്രവിക്കലാണ്. ലാ തുബ്തിലു, അൽ ബഖറയിലുണ്ട്, ലാ തുബ്തിലു സദഖാതികും ബിൽ മന്നി വല്ലദ. സദഖ കൊടുത്ത ഒരാളെ ഉപദ്രവിക്കരുതെന്ന് അതിൽ പണ്ഡിതന്മാർ പറയുന്നുണ്ട്.
നമ്മുടെ വീട്ടിലൊരാൾ കയറി വന്നു, ഇവിടെ ചോദിച്ചാൽ എന്തെങ്കിലും കൊടുക്കുക, നമ്മൾ ഒരു പരിചയമില്ല, ആയിക്കോട്ടെ 5 റുപ്യ കൊടുത്തിട്ടാണ്, 5 10 എത്ര കൊടുത്ത് ഒന്നും നോക്കണ്ട, കൊടുത്ത് വിട്ട് പോണ പോക്കിലും അവനോട് പറഞ്ഞ ഗേറ്റ് ഒന്ന് ചാരിട്ട് പറഞ്ഞാൽ അത് ബാത്തിലായി. ഇല്ലെങ്കിലോ 5 റുപ്യ കൊടുത്തത് എത്രയും 1 റുപ്യ കൊടുത്താൽ 700 അള്ളാഹ് സ്വീകരിക്കും, ഇല്ലെങ്കിൽ ഇത് ബാത്തിലാവും. അപ്പൊ നമ്മൾ അറിയാതെ നിസ്സാരമായ കാര്യങ്ങൾ കൊണ്ടുപോലും നമ്മുടെ അമലുകൾ ബാത്തിലാവും. നമ്മൾ ശ്രദ്ധിക്കണം. അമല് ബാത്തിലായാൽ പരലോകത്തൊന്നും ഉണ്ടാവില്ല. ഒരുപാട് കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട് ഹദീസുൽ മുഫ്ലിസ് എന്ന് വിശദീകരിക്കാൻ ഇപ്പൊ സമയമല്ല, ഒരുപാട് കാര്യങ്ങൾ. അപ്പൊ അതും നമ്മൾ ശ്രദ്ധിക്കണം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി ഖാദിൽ ഹാജാത്ത് ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين ودمر أعداءك أعداء الدين اللهم أصلح أحوال المسلمين في كل مكان اللهم أصلح أحوال المسلمين في كل مكان اللهم أصلح أحوال المسلمين في كل مكان اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار اللهم أرنا الحق حقا وارزقنا اتباعه وأرنا الباطل باطلا وارزقنا اجتنابه ولا تجعله ملتبسا علينا فنضل وجعلنا للمتقين إماما ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما اللهم ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم.